ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി. ഉത്തരം ഭൂവൽക്കം. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്രയാണ്? ഉത്തരം ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാണ്? ഏകദേശം 6371 കിലോമീറ്റർ. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളി ഏത്? ഉത്തരം മാൻഡിൽ. മാൻഡിലിനു താഴെ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗമേത്? ഉത്തരം കാമ്പ്. കാമ്പിന്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം നിഫെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ഉത്തരം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ഉത്തരം നൈട്രജൻ. കാമ്പ് മുഖ്യമായും ഏതെല്ലാം ലോഹങ്ങളാൽ നിർമ്മിതമാണ്? ഉത്തരം നിക്കൽ, ഇരുമ്പ്. അസ്തനോസ്ഫിയറിൽ ദ്രാവകങ്ങൾ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഉത്തരം അർദ്ധദ്രാവകാവസ്ഥയിൽ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്ര? ഉത്തരം 21%. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം ബാഷ്പീകരണം. എന്താണ് അമ്ലമഴ? മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ കുറഞ്ഞത്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7. എന്താണ് പുകമഞ്ഞ്? ഉത്തരം മൂടൽമഞ്ഞും പുകയും. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എത്ര പാളികളായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 5. ഭൗമോപരിതലവുമായി ചേർന്നു നിൽക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലുള്ള പാളി ഏത്? ഉത്തരം എക്സോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം? ഉത്തരം 10,000-ഓളം കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളത്? ഉത്തരം 90 കിലോമീറ്റർ. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെ മനുഷ്യൻ ഭൂമിയുടെ ഉള്ളറയിലേക്ക് എത്ര ദൂരം വരെ ചെന്നെത്തിയിട്ടുണ്ട്? ഉത്തരം 12 കിലോമീറ്റർ. ഭൂവൽക്കത്തിലെ ശിലകൾ ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ഖരം. ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം
എത്രയാണ്? ഉത്തരം 5 കിലോമീറ്റർ. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമുള്ള അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത്? ഉത്തരം ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് എന്താണ്? ഉത്തരം സ്ട്രാറ്റോപാസ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം? ഉത്തരം നെഫോളജി. എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് കാർമൻ രേഖ? ഉത്തരം 100 കിലോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ബാരോമീറ്റർ. ബഹിരാകാശ യാത്രികർ ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് യാത്ര ചെയ്യുന്നത്? ഉത്തരം 81 കിലോമീറ്റർ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പ് എന്നറിയപ്പെടുന്ന രേഖ ഏത്? ഉത്തരം കാർമൻ രേഖ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണുന്നത്? ട്രോപ്പോസ്ഫിയറിൽ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാളി? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്ന അന്തരീക്ഷ പാളി? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. അറോറ ധ്രുവദീപ്തി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം തെർമോസ്ഫിയർ. നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം മിസോസ്ഫിയർ. ചെറുവിമാനങ്ങൾ, ഹെലികോപ്റ്റർ എന്നിവ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്ന പാളി ഏത്? ഉത്തരം എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം എക്സോസ്ഫിയർ. അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്രരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം അയോണീകരണം. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഉത്തരം അയണോസ്ഫിയർ. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം മിസോസ്ഫിയർ. താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി? ഉത്തരം മിസോസ്ഫിയർ. ഓസോൺ ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ്? ഉത്തരം ഓക്സിജൻ. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകം?
ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ.